ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 35 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 36, 37, 38 എന്നീ 3 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫീ ബുയൂത്തിൻ അസിനല്ലാഹു അൻ തുർഫഅ വയുസ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ സിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്തി യഖാഫൂന യൗമാ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സ്വാർ ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു വയസീദഹും മിൻ ഫദ്ലിഹി വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകാശമാകുന്നു. അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ ഒരു വിളക്ക് മാടത്തിലെ വിളക്ക് പോലെയാണ്. കിഴക്കുള്ളതോ പടിഞ്ഞാറുള്ളതോ അല്ലാത്ത അനുഗ്രഹീതമായ ഒലീവ് മരത്തിൽ നിന്നാണ് അത് കത്തിക്കപ്പെടുന്നത്. തീ അതിനെ സ്പർശിച്ചിട്ടില്ല എങ്കിൽ പോലും അത് പ്രകാശിക്കുമാറാകും. പ്രകാശത്തിനുമേൽ പ്രകാശം. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ വെളിച്ചം നൽകുന്നു, അല്ലെങ്കിൽ ആ വെളിച്ചത്തിലേക്ക് വഴി കാണിക്കുന്നു. ആളുകൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകാൻ വേണ്ടി അള്ളാഹു ഉദാഹരണങ്ങൾ വിവരിക്കുന്നു. അള്ളാഹു എല്ലാ കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാണ്. ശേഷം അള്ളാഹു പറയുന്നു, ഫീ ബുയൂത്തിൻ അസിനല്ലാഹു അൻ തുർഫഅ വയുസ്കറ ഫീഹാ ഇസ്മുഹു. ഫീ ബുയൂത്തിൻ, ബൈത്തിൻ്റെ ബഹുവചനമാണ് ബുയൂത്ത്. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്, ഭവനം, മന്ദിരം. ബുയൂത്ത് എന്ന് പറയുമ്പോൾ ഭവനങ്ങൾ, മന്ദിരങ്ങൾ, വീടുകൾ. ഫീ ബുയൂത്തിൻ, ചില വീടുകളിൽ. ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ഫീ ബുയൂത്തിൻ, വീടുകളിൽ, മന്ദിരങ്ങളിൽ, ഭവനങ്ങളിൽ. അസിനല്ലാഹു, അസിന എന്ന് പറഞ്ഞാൽ ഉത്തരവ് നൽകി, കൽപ്പിച്ചു, അനുവാദം നൽകി. അസിനല്ലാഹു, അള്ളാഹു ഉത്തരവ് നൽകി, അള്ളാഹു അനുവാദം നൽകി. അൻ തുർഫഅ, റഫഅ ഉയർത്തി, യർഫഉ തർഫഉ എന്നൊക്കെ പറയുമ്പോൾ ഉയർത്തും, ഉയർത്തുന്നു, അത് മുളാരിയാണ്. അതിൻ്റെ മജ്ഹൂൽ രൂപം തുർഫഉ, യുർഫഉ എന്നൊക്കെ വരും. തുർഫഉ എന്ന് പറയുമ്പോൾ അത് ഉയർത്തപ്പെടും, ഉയർത്തപ്പെടുന്നു. അതിനു മുമ്പിൽ അൻ വരുമ്പോൾ അങ്ങനെ ആവാൻ എന്ന് കിട്ടും. അൻ തുർഫഅ, അൻ വരുമ്പോൾ തുർഫഉ എന്നുള്ളത് തുർഫഅ എന്നാവും. അൻ തുർഫഅ, അത് ഉയർത്തപ്പെടുവാൻ. വ യുസ്കറ, ദക്കറ സ്മരിച്ചു, യദ്കുറു സ്മരിക്കും, സ്മരിക്കുന്നു. അതിൻ്റെ മജ്ഹൂലാണ് യുസ്കറു, സ്മരിക്കപ്പെടും, സ്മരിക്കപ്പെടുന്നു. അതിൻ്റെ മുമ്പിലൊരു വാവുണ്ട്, അത്ഫിൻ്റെ വാവാണ്. അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഒരു പദത്തിൻ്റെ അന്നിലേക്ക് ഇതും കൂടെ ചേരും. വ യുസ്കറ, സ്മരിക്കപ്പെടാനും. അൻ തുർഫഅ വ യുസ്കറ, ഉയർത്തപ്പെടാനും സ്മരിക്കപ്പെടാനും. ഫീഹ, അതിൽ, ആ ഭവനങ്ങളിൽ. ഇസ്മുഹു, ഇസ്മ പേര്, ഇസ്മുഹു അവൻ്റെ പേര്, അവൻ്റെ നാമം. യുസബ്ബിഹു, സബ്ബഹ വാഴ്ത്തി, പ്രകീർത്തിച്ചു, മഹത്വപ്പെടുത്തി. യുസബ്ബിഹു വാഴ്ത്തും, വാഴ്ത്തുന്നു, അല്ലെങ്കിൽ പ്രകീർത്തിക്കും, പ്രകീർത്തിക്കുന്നു. മഹത്വപ്പെടുത്തും, മഹത്വപ്പെടുത്തുന്നു. സ്തോത്ര കീർത്തനം ചെയ്യുന്നു. ലഹു അവന്, അപ്പോൾ യുസബ്ബിഹു ലഹു അവന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു, അല്ലെങ്കിൽ അവനെ വാഴ്ത്തുന്നു. ഫീഹ അതിൽ. ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ. ബി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ഗുദുവ് രാവിലെ. ബിൽ ഗുദുവ്വി രാവിലെയിൽ എന്ന് പറഞ്ഞാൽ രാവിലെ. വൽ ആസ്വാൽ വൈകുന്നേരത്തും. വാവ് അത്തിഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. ആസ്വാൽ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരത്തും. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഫീ ബുയൂത്തിൻ, ചില മന്ദിരങ്ങളിൽ. അസിനല്ലാഹു അൻ തുർഫഅ വയുസ്കറ ഫീഹാ ഇസ്മുഹു, അത് ഉയർത്തപ്പെടുവാനും അവിടെ അവൻ്റെ നാമം സ്മരിക്കപ്പെടുവാനും അള്ളാഹു ഉത്തരവ് നൽകിയിരിക്കുന്നു. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ, അവിടെ രാവിലെയും വൈകുന്നേരത്തും
അവന് സ്തോത്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത ആയത്ത് റിജാലുല്ലാ തുൽഹീഹിം. റിജാലുൻ ആളുകൾ, റജുലുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് റിജാൽ. റജുലുൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ അല്ലെങ്കിൽ ഒരാൾ, റിജാൽ എന്ന് പറഞ്ഞാൽ ആളുകൾ, പുരുഷന്മാർ. ലാ തുൽഹീഹിം, അൽഹ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലാക്കി എന്നാണ്. അൽഹാക്കുമുത്തകാസുർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അൽഹ അശ്രദ്ധയിലാക്കി, അതിൻ്റെ മുളാരിയാണ് തുൽഹി, അശ്രദ്ധയിലാക്കും, അശ്രദ്ധയിലാക്കുന്നു. തുൽഹീഹിം അവരെ അശ്രദ്ധയിലാക്കും, അവരെ അശ്രദ്ധയിലാക്കുന്നു. അതിന് മുമ്പിൽ ലാ എന്നുണ്ട്. ലാ തുൽഹീഹിം അവരെ അശ്രദ്ധയിലാക്കുന്നില്ല, അവരെ അശ്രദ്ധയിലാക്കുകയില്ല. എന്ത്? തിജാറത്തുൻ വലാ ബൈഉൻ. തിജാറത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടം, വലാ ബൈഉൻ, ബൈഉ എന്ന് പറഞ്ഞാൽ വ്യാപാരം. ലാ ബൈഉൻ വ്യാപാരം ഇല്ല, വലാ ബൈഉൻ വ്യാപാരവും ഇല്ല. അൻ സിക്രില്ലാഹി, അൻ അതിനെപ്പറ്റി അല്ലെങ്കിൽ അതിൽ നിന്ന്, സിക്രില്ലാഹി സിക്ർ എന്ന് പറഞ്ഞാൽ സ്മരണ, സിക്രില്ലാഹി അള്ളാഹുവിൻ്റെ സ്മരണ. അൻ സിക്രില്ലാഹി അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സ്മരണയെ സംബന്ധിച്ച്. വ ഇഖാമി സ്വലാത്തി, അഖാമ എന്ന് പറഞ്ഞാൽ നിലനിർത്തി, ഇഖാം എന്ന് പറഞ്ഞാൽ നിലനിർത്തൽ. ഇഖാമി സ്വലാത്തി നിസ്കാരം നിലനിർത്തൽ. വ ഇഖാമി സ്വലാത്തി നിസ്കാരം നിലനിർത്തലും. വ ഈത്താ ഇസ് സക്കാത്തി, ആത്ത എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ്. അത്ത എന്ന് പറഞ്ഞാൽ വന്നു, ആത്ത എന്ന് പറയുമ്പോൾ നൽകി. ഈത്താ നൽകൽ. ഈത്താ ഇസ് സക്കാത്തി സക്കാത്ത് നൽകൽ. വ ഈത്താ ഇസ് സക്കാത്തി സക്കാത്ത് നൽകലും. യഖാഫൂന, ഖാഫ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു, യഖാഫൂന അവർ ഭയപ്പെടും, അവർ ഭയപ്പെടുന്നു. യൗമൻ ഒരു ദിവസത്തെ. തതഖല്ലബു, തഖല്ലബ എന്ന് പറഞ്ഞാൽ ഇളകി മറിഞ്ഞു അല്ലെങ്കിൽ അവതാളത്തിലായി എന്നൊക്കെയാണ്. അതിൻ്റെ മുളാരിയാണ് തതഖല്ലബു, ഇളകി മറിയും അല്ലെങ്കിൽ അവതാളത്തിലാകും. ഫീഹി അതിൽ എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിൽ. എന്താണ് അവതാളത്തിലാവുക? അൽ ഖുലൂബു, ഖൽബിൻ്റെ ബഹുവചനമാണ് ഖുലൂബ്. ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം അല്ലെങ്കിൽ മനസ്സ്. അൽ ഖുലൂബ് ഹൃദയങ്ങൾ, മനസ്സുകൾ. വൽ അബ്സ്വാറു, ബസ്വർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അബ്സ്വാർ, കാഴ്ചകൾ അല്ലെങ്കിൽ ദൃഷ്ടികൾ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം റിജാലുൻ ചില ആളുകൾ, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ സിക്രില്ലാഹി വ ഇഖാമി സ്വലാത്തി വ ഈതാഇ സക്കാത്ത്. സക്കാത്ത് നൽകുന്നതിൽ നിന്നോ നിസ്കാരം നിലനിർത്തുന്നതിൽ നിന്നോ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നോ ഒന്നും തന്നെ അവരുടെ കച്ചവടമോ വ്യാപാരമോ അവരെ അശ്രദ്ധയിലാക്കുന്നില്ല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സ്വാർ, കണ്ണുകളും ഹൃദയങ്ങളുമൊക്കെ ഇളകി മറിയുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു. അടുത്ത ആയത്ത് ലി യജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു വ യസീദഹും മിൻ ഫദ്ലി. ലി യജ്സിയഹും, ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകി, അതിൻ്റെ മുളാരി യജ്സി, പ്രതിഫലം നൽകും, പ്രതിഫലം നൽകുന്നു. യജ്സിയഹും അവർക്ക് പ്രതിഫലം നൽകുന്നു. ലി യജ്സിയഹും അവർക്ക് പ്രതിഫലം നൽകുവാൻ വേണ്ടി. ലി എന്ന് പറഞ്ഞാൽ വേണ്ടി, അവസാനത്തിൽ ഹും എന്നുണ്ട് അവർക്ക്. അപ്പോൾ അവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി. ആര്? അള്ളാഹു, അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി. അഹ്സന മാ അമിലു, അഹ്സന ഏറ്റവും നല്ലതിന്, മാ അമിലു അമില പ്രവർത്തിച്ചു, അമിലു അവർ പ്രവർത്തിച്ചു, മാ അമിലു അവർ പ്രവർത്തിച്ച അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചത്. അപ്പോൾ അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ലതിന്, അഹ്സന മാ അമിലു അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ലതിന്. വ യസീദഹും, സാദ എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചു, യസീദു വർദ്ധിപ്പിക്കും, വർദ്ധിപ്പിക്കുന്നു. യസീദഹും അവർക്ക് വർദ്ധിപ്പിക്കും, അവർക്ക് വർദ്ധിപ്പിക്കുന്നു. വ യസീദഹും അതിൻ്റെ തുടക്കത്തിൽ വാവുണ്ട്, അത്തിഫിൻ്റെ വാവാണ്. അപ്പോൾ ലി യജ്സിയ എന്നുള്ളിടത്തുള്ള ലീയിലേക്കാണ് ഇതും പോവുക. ശരിക്കും അവിടെ ലി യസീദഹും എന്നുള്ള രൂപത്തിലാണ് അർത്ഥം പറയേണ്ടത്. അപ്പോൾ അവർക്ക് വർദ്ധിപ്പിച്ച് നൽകുവാനും വേണ്ടി. മിൻ ഫദ്ലിഹി, ഫദ്ല് അനുഗ്രഹം, ഫദ്ലുഹു ഫദ്ലിഹി എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ അനുഗ്രഹം. മിൻ എന്ന് പറയുമ്പോൾ ഇൽ നിന്ന്, മിൻ ഫദ്ലിഹി അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ അനുഗ്രഹത്താൽ. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. വല്ലാഹു അള്ളാഹു ആകട്ടെ, തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. യർസുഖു റസഖ, യർസുഖു റസഖ എന്ന് പറഞ്ഞാൽ ഉപജീവനം നൽകി അല്ലെങ്കിൽ വിഭവം നൽകി.
യർസുഖു വിഭവം നൽകുന്നു, ഉപജീവനം നൽകുന്നു. മൈ യശാ ഉ ഷാ ഉദ്ദേശിച്ചു, യശാ ഉ ഉദ്ദേശിക്കുന്നു. മൈ യശാ ഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, മൻ എന്ന് പറയുമ്പോൾ അവർക്ക്, മൈ യശാ ഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ബി ഗൈരി ഹിസാബ്, ഗൈർ എന്ന് പറഞ്ഞാൽ ഒഴികെ, കൂടാതെ, ഇല്ലാതെ. ഹിസാബ് കണക്ക്, അവിടെ ബി എന്ന് പറഞ്ഞാൽ വിധം എന്നർത്ഥം. ബി ഗൈരി ഹിസാബ് കണക്കില്ലാത്ത വിധം, അല്ലെങ്കിൽ കണക്കറ്റ വിധം, കണക്കില്ലാത്ത രീതിയിൽ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ലി യജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു, അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ലതിന് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുവാൻ വേണ്ടി. വ യസീദഹും മിൻ ഫദ്ലിഹി, അവൻ്റെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ച് നൽകുവാനും വേണ്ടി. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാത്ത വിധം ഉപജീവനം നൽകുന്നു, അല്ലെങ്കിൽ വിഭവങ്ങൾ നൽകുന്നു. ഇനി നമുക്ക് ഈ 3 ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് പോകാം. ഫീ ബുയൂത്തിൻ അസിനല്ലാഹു അൻ തുർഫ വയുസ്കറ ഫിഹസ്മുഹു, തൊട്ട് മുമ്പത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഉപമയൊക്കെ പറഞ്ഞു. ഈ ആയത്തിൽ ആ പ്രകാശം എവിടുന്നാണ് കിട്ടുക, അല്ലെങ്കിൽ അത് എവിടുന്നാണ് ആർജിച്ചെടുക്കുക, മനുഷ്യർ അത് എവിടുന്നാണ് നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. ഫീ ബുയൂത്തിൻ, ആ പ്രകാശം ചില വീടുകളിലാണ്, ചില ഭവനങ്ങളിലാണ്, ചില മന്ദിരങ്ങളിലാണ്. ഇവിടെ ബുയൂത്ത് എന്നുള്ളതിന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് അത് പള്ളികളാണ് എന്നാണ്, പള്ളികളെയാണ് അവിടെ ഉദ്ദേശിച്ചത്. എന്നാൽ മറ്റു ചിലർ അത് സത്യവിശ്വാസികളുടെ വീടുകളാണ് എന്ന അഭിപ്രായമുണ്ട്. മറ്റു ചിലർക്ക് പള്ളികളുമാവാം സത്യവിശ്വാസികളുടെ വീടും, രണ്ടും ഉൾപ്പെടും എന്നുള്ള അഭിപ്രായമുണ്ട്. ശരി, അപ്പോൾ ഇവിടെ നമുക്ക് പള്ളികൾ എന്നുള്ള അർത്ഥം കൊടുക്കാം. ഫീ ബുയൂത്തിൻ, പള്ളികളിലാണ് ആ പ്രകാശം ആർജിച്ചെടുക്കാനുള്ള സ്ഥലം, അല്ലെങ്കിൽ പള്ളികളിലാണ് ആ പ്രകാശമുള്ളത്. അസിനല്ലാഹു അൻ തുർഫ, അത് ഉയർത്തപ്പെടുവാൻ അള്ളാഹു ഉത്തരവ് നൽകിയിരിക്കുന്നു. ആ പള്ളികളെ പടുത്തുയർത്തപ്പെടാൻ അള്ളാഹു ഉത്തരവ് നൽകിയിരിക്കുന്നു, അങ്ങനെ പള്ളികൾ ഉണ്ടാക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. വ യുദ്ക്കറ, അവിടെ സ്മരിക്കപ്പെടുവാനും, ഫീ ഹസ്മുഹു, അതിൽ അവൻ്റെ പേര്, ആ പള്ളിയിൽ അവൻ്റെ നാമം സ്മരിക്കപ്പെടാനും അള്ളാഹു ഉത്തരവ് നൽകിയിരിക്കുന്നു. അപ്പോൾ പള്ളികളിൽ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അവിടെ ഖുർആൻ പാരായണം, അതുപോലെ നിസ്കാരം, സിക്റുകൾ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കപ്പെടുന്ന ഭവനങ്ങളാണ് പള്ളികൾ. യുസബ്ബിഹു ലഹു, അവനെ വാഴ്ത്തുന്നു, അവന് സ്തോത്രകീർത്തനം ചെയ്യുന്നു. ഫിഹ, അതിൽ, ആ പള്ളികളിൽ, ആ ഭവനങ്ങളിൽ. ബിൽ ഗുദുവി വൽ ആസ്വാൽ, രാവിലെയും വൈകുന്നേരത്തും. രാവിലെയും വൈകുന്നേരത്തും എന്ന് പറഞ്ഞാൽ ഈ 2 സമയത്ത് മാത്രമാണ് അള്ളാഹുവിനെ സ്മരിക്കുന്നത് എന്നല്ല അതിൻ്റെ അർത്ഥം. അതൊരു പദപ്രയോഗമാണ്. രാവിലെയും വൈകുന്നേരത്തും എന്ന് പറഞ്ഞാൽ മുഴുവൻ ദിവസവും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. എന്നാൽ ചിലർ അഭിപ്രായപ്പെട്ടത് ഈ രാവിലെയും രാത്രിയുമുള്ള നിസ്കാരങ്ങളിലാണ് ഖുർആൻ ഉറക്കെ പാരായണം ചെയ്യുന്നത്. അപ്പോൾ രാവിലെ സുബഹി നിസ്കാരത്തിനും രാത്രി മഗ്രിബ് ഇശാ നിസ്കാരങ്ങളിലും, ഈ നിസ്കാരങ്ങളിലാണ് ഖുർആൻ ഉറക്കെ പാരായണം ചെയ്യുന്നത്. അപ്പോൾ അവനെ ഉറക്കെ വാഴ്ത്തുന്നു, അള്ളാഹുവിനെ ഉറക്കെ സ്മരിക്കുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് എടുത്തു പറഞ്ഞത്. അതോട് ചേർത്തുകൊണ്ട് മറ്റു ചില ആളുകൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഈ രാവിലെകളിലും രാത്രികളിലും ഈ 2 സമയത്ത്, അതായത് സുബഹി മഗ്രിബ് ഇശാ നിസ്കാരത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ആ സമയത്താണ് അവിടെ നൂർ, പ്രകാശം ഉള്ള നിസ്കാരം, അല്ലെങ്കിൽ ലൈറ്റെല്ലാം ഓണാക്കിയിട്ടുള്ള നിസ്കാരം എന്നും ചില ആളുകൾ അതിനോടുകൂടി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനത്ര വലിയ പ്രസക്തിയൊന്നും ഇല്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം ഈ രാവിലെയും വൈകുന്നേരത്തും എന്ന് പറഞ്ഞാൽ ആ മൊത്തം ദിവസം എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണത് ഉപയോഗിക്കുന്നത്. അള്ളാഹുവിനെ സദാ സ്മരിച്ചു കൊണ്ടിരിക്കാൻ, അള്ളാഹുവിനെ സദാ വാഴ്ത്തിക്കൊണ്ടിരിക്കാൻ അള്ളാഹു അത്തരം ഭവനങ്ങൾ പടുത്തുയർത്താൻ കൽപ്പിച്ചിട്ടുണ്ട്. അത് സത്യവിശ്വാസികളുടെ വീടുകളാണെങ്കിലും പള്ളികളാണെങ്കിലും ഒക്കെ അവിടെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടായിരിക്കും അവരുടെ ജീവിതം ഉണ്ടാവുക. ആളുകൾ അള്ളാഹുവിനെ സ്മരിക്കുന്നു പള്ളികളൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി, അത്തരം കാര്യങ്ങൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സിക്റുകളും ദുആകളും നിസ്കാരങ്ങളുമായിട്ട് അവിടെ സമയം ചെലവാക്കുന്നു ആളുകൾ. അടുത്ത ആയത്തിൽ
അങ്ങനെ ആ ഒരു പ്രകാശം നേടിയെടുക്കുന്ന ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. റിജാലുൻ, ചില ആളുകൾ. അവിടെ പുരുഷന്മാർ എന്നുള്ള അർത്ഥം മാത്രമല്ല, പൊതുവേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നിച്ചു പറയുന്ന സന്ദർഭങ്ങളിലും ഇങ്ങനെ പറയും. റിജാലുൻ, ചില ആളുകൾ. പിന്നെ ഈ ഒരു ആയത്തിൽ കച്ചവടവും വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യുന്നത് കൂടുതലും പുരുഷന്മാരായതുകൊണ്ട് ആ തരത്തിൽ വേണമെങ്കിലും അതിനെ ചേർത്തി മനസ്സിലാക്കാം. അപ്പോൾ റിജാലുൻ, ചില ആളുകൾ, ആ പ്രകാശം നേടിയ ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ലാ തുൽഹീഹിം, അവരെ അശ്രദ്ധയിലാക്കുന്നില്ല. തിജാറത്തുൻ വലാ ബൈഉൻ, കച്ചവടവും വ്യാപാരവും. ഈ തിജാറത്ത്, ബൈ രണ്ടും ഏകദേശം ഒരേപോലെയുള്ള പദങ്ങളാണ്. കച്ചവടം എന്ന് പറഞ്ഞാലും വ്യാപാരം എന്ന് പറഞ്ഞാലൊക്കെ. പക്ഷെ അതിനെ ചില ഭാഷാ പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചിട്ടുണ്ട്. അതായത് ലാഭം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ തരം കച്ചവടങ്ങളെയും തിജാറത്ത് എന്നുള്ളതിൽ ഉൾപ്പെടുത്തും. അതേസമയത്ത് ബൈ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ സമയത്തും ലാഭം കിട്ടണമെന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ഒക്കെ നടക്കുമല്ലോ. അവിടെ ചിലപ്പോൾ ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല. ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുന്നു, ചിലപ്പോൾ മറ്റൊരു സാധനം ഇങ്ങോട്ട് വാങ്ങുന്നു. അവിടെ ലാഭമൊന്നും ഇല്ല എങ്കിൽ പോലും ചില കൊടുക്കൽ വാങ്ങലുകൾ, അതിനൊക്കെ വ്യാപാരം എന്ന് പറയും. എന്നാൽ തിജാറത്ത് എന്ന് പറയുമ്പോൾ ലാഭം കിട്ടുന്ന തരത്തിലുള്ള ആ കൊടുക്കൽ വാങ്ങലുകളെ മാത്രമാണ് തിജാറത്ത് എന്ന് പറയാം. ലാഭമില്ലാത്ത രൂപത്തിൽ ചെയ്യുന്നവയൊക്കെയാണെങ്കിൽ അതിനെ ബൈ എന്നുള്ള രൂപത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് അതിനെ വിശദീകരിച്ചുകൊണ്ട് ചില ഭാഷാ പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. ഏതായാലും ഏത് തരം ഇടപാടുകളും ഇന്ന് നമുക്ക് പറയാം. തിജാറത്തുൻ വലാ ബൈ എന്ന് പറയുമ്പോൾ ഏത് തരം ഇടപാടുകളും, കച്ചവടമാവട്ടെ അല്ലാത്ത രൂപത്തിലുള്ളതാവട്ടെ, ഏത് തരം ഇടപാടുകളും അള്ളാഹുവിനെ മറക്കാൻ വേണ്ടി അവരെ ഒരിക്കലും അത് കാരണമാക്കുന്നില്ല. അൻ സിക്രില്ലാഹി, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, വ ഇഖാമി സ്വലാത്തി വ ഈതാഇ സക്കാത്തി, സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ നിസ്കാരം നിലനിർത്തുന്ന കാര്യത്തിലുമൊക്കെ ഈ കാര്യങ്ങളെ ഒന്നും അവർക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ഈ കച്ചവടമോ മറ്റുള്ള ഇടപാടുകളോ കാരണം ഇത്തരം അള്ളാഹുവിനെ സ്മരിക്കുന്ന കാര്യമാവട്ടെ ആരാധനാകർമ്മങ്ങളാവട്ടെ അതൊന്നും അശ്രദ്ധയിലായി പോകുന്നില്ല. അവരുടെ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി അവർ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഈ കച്ചവടം കാരണം അല്ലെങ്കിൽ മറ്റുള്ള ഇടപാടുകൾ കാരണം അവർ അശ്രദ്ധയിലേക്ക് പോകുന്നില്ല. അവിടെ രണ്ട് രൂപത്തിൽ അതിനെ മനസ്സിലാക്കണം. അവരുടെ കച്ചവടത്തിൻ്റെ തിരക്കോ മറ്റുള്ള ഇടപാടുകളുടെ തിരക്കോ കാരണം ഇതൊന്നും അവർ നഷ്ടപ്പെടുത്തുന്നില്ല. നിസ്കാരം അവർ നിലനിർത്തും, സക്കാത്ത് കൊടുക്കും, അള്ളാഹുവിനെ സ്മരിക്കും. ഒന്നങ്ങനെ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഈ കച്ചവടത്തിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ അവരുടെ ഈ ഒരു അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം, ആ സ്മരണ അവർ നിലനിർത്തും. അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ളൊരു കച്ചവടമോ കാര്യങ്ങളോ അവർക്കില്ല. ആ രൂപത്തിലും കൂടെ നമ്മളതിനെ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഒരിക്കലും തന്നെ ഇത്തരം നല്ല ആളുകൾ, ആ പ്രകാശം ലഭിച്ച ആളുകൾ, അവർ വെറുതെ ഇങ്ങനെ അള്ളാഹുവിനെ ആരാധിച്ച് മാത്രം കഴിയുന്ന ആളുകളല്ല. അവർ ജോലി ചെയ്യുന്നവരാണ്, അവർക്ക് കച്ചവടമുണ്ട്, വ്യാപാരമുണ്ട്, ഇടപാടുകളുണ്ട്. പക്ഷേ ആ ഇടപാടുകളൊന്നും കാരണം അവരുടെ ഇത്തരം കാര്യങ്ങൾ നഷ്ടമാകുന്നില്ല. അവരുടെ നിസ്കാരമോ അവരുടെ സക്കാത്ത് കൊടുക്കലോ അള്ളാഹുവിനെ സ്മരിക്കലോ ഇതൊന്നും തന്നെ അവർ നഷ്ടപ്പെടുത്തുന്നില്ല. അവരത്തരം കാര്യങ്ങളെ തൊട്ട് അശ്രദ്ധയിലാകുന്നില്ല. യഖാഫൂൻ, അതിൻ്റെ കാരണം എന്താണ്? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണുകളും ഹൃദയങ്ങളുമൊക്കെ ഇളകിമറിയുന്ന ഒരു ദിവസത്തെ അവർ പേടിക്കുന്നു. ഏതാണ് ആ ദിവസം? പരലോകം. അപ്പോൾ ആ പ്രകാശം ലഭിച്ച ആളുകൾ പരലോകത്തെ പേടിക്കുന്നവരാണ്. പരലോകത്ത് ഹൃദയങ്ങളും കണ്ണുകളുമൊക്കെ ഇളകിമറിയുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ആകെ പ്രകമ്പനം കൊള്ളുന്ന, അല്ലെങ്കിൽ മനസ്സാകെ കിടിലം കൊള്ളുന്ന, നമുക്കാകെ ബേജാറും പേടിയും വരുന്ന വല്ലാത്തൊരു ദിവസമാണല്ലോ പരലോകം. അപ്പോൾ കണ്ണുകൾ ഇളകിമറിയും, കാഴ്ചകൾ ഇളകിമറിയും, ഹൃദയങ്ങൾ ഇളകിമറിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭയാനകതയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു അന്ത്യനാളിൽ ഓരോരുത്തർക്കും അവരവരുടെ കർമ്മങ്ങളുടെ ഫലം എന്താണെന്നറിയൽ മാത്രമായിരിക്കും ലക്ഷ്യം. അവർ ആ ഒരു പരലോകത്തെ പേടിക്കുന്നു. ആ പേടി കാരണം, അവിടെ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം കാരണമാണ് അവർ ഈ പ്രകാശത്തെ നേടിയെടുക്കുന്നതും ആ പ്രകാശത്തെ നിലനിർത്തുന്നതും. ഈ കാര്യം ഒന്നുകൂടെ വ്യക്തമായി അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു? ലി യജ്സിയഹുമുല്ലാഹു, അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി, അഹ്സനമാ അമിലു, അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ലതിന്. ഇതിന് രണ്ട് രൂപത്തിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് നൽകുന്നു എന്നുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട്. അഹ്സന എന്നുള്ളത് ആ ലി യജ്സിയഹുമുല്ലാഹു എന്നുള്ളതിലേക്ക് ചേർത്തുകൊണ്ട് ഏറ്റവും നല്ല പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകാൻ വേണ്ടി എന്നുള്ള രൂപത്തിൽ. മറ്റൊന്ന്, അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി.
അവർ പ്രവർത്തിച്ച കാര്യങ്ങളിൽ നല്ലതും നല്ലതല്ലാത്തതും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ദിവസമാണത്. ആ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയാണ് അവർ ആ പ്രകാശത്തെ ചേർത്ത് പിടിക്കുന്നത്, അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്നത്. മാത്രമല്ല യസീദഹും മിൻ ഫദ്ലി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ച് നൽകുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവർക്ക് കൂടുതൽ കൂടുതൽ കിട്ടാനും അതിനു വേണ്ടിയിട്ടാണ് അവർ ആ ഒരു രൂപത്തിൽ ജീവിക്കുന്നത്. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നവനാണ്, കണക്കില്ലാതെ ഉപജീവനം നൽകുന്നവനാണ്, കണക്കില്ലാതെ വിഭവങ്ങൾ നൽകുന്നവനാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തരം സുഖങ്ങളും സൗകര്യങ്ങളുമൊക്കെ അള്ളാഹു കണക്കില്ലാതെ നൽകും. അങ്ങനെയാണല്ലോ അള്ളാഹു നന്മക്ക് പ്രതിഫലം നൽകുക. നന്മക്ക് പ്രതിഫലം കൊടുക്കുമ്പോൾ ഇരട്ടിയായിട്ടും ഇരട്ടിയായിട്ടും അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയധികം കൊടുക്കും. പല കാര്യങ്ങൾക്കും എത്ര ഇരട്ടിയാണ് കിട്ടുക എന്ന് പോലും അറിയില്ല, അത്രയധികം ഇരട്ടി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ കണക്കില്ലാത്ത രൂപത്തിൽ പ്രതിഫലം നൽകും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ആരാണോ അള്ളാഹുവിനെ മാത്രം പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ലഭിക്കണം എന്നുള്ള ആ ഒരു നിയ്യത്തോടു കൂടി മാത്രം കാര്യങ്ങൾ ചെയ്തതെന്നൊക്കെ അള്ളാഹുവിനെ അറിയുള്ളൂ. അതുകൊണ്ട് ആരൊക്കെയാണോ അവൻ ആ ഉദ്ദേശിച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, അത്തരം ആളുകൾക്ക് അവൻ ആ പ്രതിഫലം ഏറ്റവും കൂടുതൽ നൽകും, കണക്കില്ലാത്ത രൂപത്തിൽ നൽകും. ഇതാണ് ഈ 3 ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്ന കാര്യം. ഇനി നമുക്ക് ഈ 3 ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഫീ ബുയൂത്തിൻ, അവിടെ തെൻവീന് വന്നു, അതിനുശേഷം ഹംസയാണ്. ഹംസയുടെ മുമ്പ് തെൻവീന് വന്നു കഴിഞ്ഞാൽ ഇൽഹാർ ചെയ്യണം. അപ്പോൾ ഫീ ബുയൂത്തിൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അതിനല്ലാഹു ആൻ തുർഫ, അവിടെ താഇൻ്റെ മുമ്പ് സുക്കൂൻ നൂന് വന്നു, ഇഖ്ഫ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. ആൻ തുർഫ വയുദ്കറ ഫീഹസ്മുഹു, ഫീഹാ എന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഹംസത്തു വസ്ലു വന്നപ്പോൾ ആ മദ് ഫിഹാ എന്നുള്ള ആ നീട്ടൽ നഷ്ടപ്പെടും. ഫീഹസ്മുഹു എന്നേ പറയുള്ളൂ. സ്മുഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹ ഉദമീർ വന്നു, അതിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് സ്മുഹു 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം അവിടെ നീട്ടണം. അതിനെ സൂചിപ്പിക്കാൻ ഒരു വാവ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. യുസബ്യഹു ലഹു എന്നുള്ളിടത്തും ഹ ഉദമീർ വന്നു. നേരത്തെ പറഞ്ഞ പോലെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുള്ളത് കൊണ്ട് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. ലഹു ഫിഹ ബിൽ ഗുദുവി വൽ ആസ്വാൽ, അവിടെ ആസ്വാൽ എന്ന് എഴുതിയത് നോക്കൂ, അവിടെ ശരിക്ക് അസ്വാൽ എന്ന് വായിച്ചു പോകും. പക്ഷേ നമ്മൾ ആഹിറ എന്നൊക്കെ എഴുതുന്ന പോലെ ഉസ്മാനി ലിപിയിൽ ആസ്വാൽ എന്ന് എഴുതുമ്പോൾ ഈ രൂപത്തിലാണ് എഴുതുക. അവിടെ നമ്മൾ ആസ്വാൽ, ആ എന്ന് കുറച്ച് നീട്ടിയിട്ട് വേണം പറയാൻ. ആസ്വാൽ, അവസാനത്തെ ലാമിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ ആവാം, മദ്ദുകാരിലാണത്. അടുത്ത ആയത്തിൽ റിജാലുൻ, തുടക്കത്തിലുള്ള റാഇന് കസറായതുകൊണ്ട് അവിടെ രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. റിജാലുൻ തെൻവീന് വന്നു, അതിനുശേഷം ലാമാണ്. ലാമിൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ ആ തെൻവീനിനെ ലാമിലേക്ക് മുഴുവനായിട്ടും ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ റിജാലുല്ല തുൽഹീഹിം തിജാറത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം വാവാണ്. വാവിൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ ആ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബി ഗുന്ന. അപ്പോൾ തിജാറത്തും വലാ ബൈഉൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം ഐനാണ്. ഐനിൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ ഇൽഹാറാണ് നിയമം. അവിടെ ആ ഒരു നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണം, തെൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ. ബൈഉൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ബൈഉൻ ദിക്രില്ല, ദാലിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. ദിക്രില്ല, ദിക്രി എന്നുള്ളിടത്ത് റാഇന് കസ്റാണ്, രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. അപ്പോൾ അതിനുശേഷം വരുന്ന അള്ളാഹു എന്നുള്ള പദം ലാഹു എന്നുള്ള രൂപത്തിൽ ഉച്ചരിക്കണം. ദിക്രില്ലാഹി വ ഇഖാമി സ്വലാത്തി, അവിടെ സ്വലാത്തി എന്നെഴുതിയത് ആ ലാമിനെ നീട്ടാൻ വേണ്ടി ഒരു വാവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്വലവാത്തി എന്നല്ല സ്വലാത്തി എന്നാണ്. വ ഈതാ ഇ, അവിടെ താ എന്നുള്ള നീട്ടലിന് ശേഷം ഇ എന്നുള്ള ഹംസ വന്നു. മദ്ദും ഹംസയും ഒരേ പദത്തിൻ്റെ ഉള്ളിൽ അടുത്തടുത്ത് വന്നു. നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിലാണ്. അപ്പോൾ വ ഈതാ ഇ സക്കാത്തി എന്ന് എഴുതിയെടുത്തും കാണാൻ പറ്റും. സക്കവാത്തി എന്നല്ല, അത് അവിടെ ക എന്നുള്ളതിനെ നീട്ടാൻ വേണ്ടിയിട്ട് വാവാണ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ മുകളിലാണ് അലിഫ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ സക്കാത്തി എന്നാണ് ഓതേണ്ടത്. അവിടെ ചില മുസ്ഹഫുകളിൽ അവിടെ ഒരു ലാമ് കാണാം. എന്ന് പറഞ്ഞാൽ അവിടെ പാരായണം നിർത്തി പോകരുത് എന്നാണ്. അതായത് നിർത്തിയിട്ട് അവിടെ തൽക്കാലം നിർത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഒരു ദിവസത്തെ പാരായണം അവിടെ അങ്ങ് നിർത്തി മുസ്ഹഫ് അടച്ചു വെച്ച് പോകുന്ന രൂപത്തിൽ പാരായണം നിർത്തരുത്, അവിടെ ചേർത്തി ഓതി പോകണം. അപ്പോൾ അവിടെ സക്കാത്തി ചില മുസ്ഹഫുകളിൽ അവിടെ അടയാളമൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല.
യഖാഫൂന യൗമൻ, യൗമൻ എന്നുള്ളിടത്ത് തൻവീന് വന്നു, ശേഷം ത ആണ്. താൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സ്വാറു, അബ് ബഇന് സുക്കൂന്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം. അബ്സ്വാർ അവസാനത്തെ റാഇന് സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരുത്. അടുത്ത ആയത്ത് ലി യജ്സിയഹും, ജീമിന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, അതിനെയും എടുത്ത് പറയണം, വെളിവാക്കി പറയണം. ലി യജ്സിയഹും, ജ് എന്നുള്ള ശബ്ദം വെളിവായി കേൾക്കണം. ലി യജ്സിയഹുമുല്ലാഹു അഹ്സനമാ അമിലു വ യസീദഹും മിൻ, അവിടെ 2 മീമുകൾ അടുത്തടുത്ത് വന്നു, ആദ്യത്തെ മീമിന് സുക്കൂന്. അങ്ങനെ വരുന്ന സമയത്ത് അതിന് രണ്ടിനും കൂടെ ചേർത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ വ യസീദഹും മിൻ ഫദ്ലി, മീം ഫദ്ലി എന്നുള്ളടത്ത് ഫാഇന് മുമ്പ് സുക്കൂനിന് നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ മിൻ ഫദ്ലി, ഫദ്ലി ഹി എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഖിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, നിർത്തലാണ് ഏറ്റവും നല്ലത്. നിർത്തുകയാണെങ്കിൽ ഫദ്ലി എന്ന് പറഞ്ഞിട്ട് നിർത്തണം, അവസാനത്തെ ഹാഇന് സുക്കൂനിട്ടിട്ട്. ഇനി ചേർത്തി ഓതുകയാണെങ്കിൽ ആ ഹാ ഉൽ മീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തുള്ളത് കൊണ്ട് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. മിൻ ഫദ്ലിഹി വല്ലാഹു, വല്ലാഹു യർസുഖു മൻ യശാ, യാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ആ സുക്കൂനിലെ നൂനിനെ യാഇലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മൻ യശാ, യശാ എന്നുള്ളിടത്ത് മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, ഒരേ പദത്തിൻ്റെ ഉള്ളിൽ നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. യശാ ബി ഗൈരി, ഗൈരി എന്നുള്ളിടത്ത് റാഇന് കസ്റാണ്, അവിടെ രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. ഹിസാബ് അവസാനത്തെ ബാ, അത് കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂനുള്ള രൂപത്തിലാണ് അവിടെ നിർത്തുമ്പോൾ വരിക. അപ്പോൾ അതുകൊണ്ട് അവിടെ എടുത്ത് പറയണം, വെളിവായി പറയണം, കുറച്ച് കട്ടിയിൽ പറയണം, ഹിസാബ് എന്ന രൂപത്തിൽ. നമുക്ക് ഈ 3 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫീ ബുയൂത്തിൻ അസിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവ്വി വൽ ആസാൽ. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ സിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്തി യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു വയസീദഹും മിൻ ഫദ്ലി വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഫീ ബുയൂത്തിൻ, ഫീ എന്നുള്ളത് ഹർഫ് ജറാണ്. ഫീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം, അതുകൊണ്ടാണ് ബുയൂത്തിൻ കസ്ർ തൻവീനിട്ട് എഴുതിയത്. അസിനല്ലാഹു, അസിന ഉത്തരവ് നൽകി, അത് മാദിയായ ഒരു പദമാണ്. അതിനുശേഷം അള്ളാഹു എന്ന് വന്നു, അത് സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഫായിലാണ്, അല്ലെങ്കിൽ കർത്താവാണ്. സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും, അതുകൊണ്ടാണ് അള്ളാഹു ലമ്മിട്ട് എഴുതിയത്. അൻ തുർഫ, അൻ, ലൻ, ഇദൻ, കൈ പോലെയുള്ള പദങ്ങൾ വന്നാൽ അതിനുശേഷം വരുന്ന മുലാരി ആയിട്ടുള്ള ക്രിയകൾക്ക് നെസ്ബ് കിട്ടും, സാധാരണ ഫത്തഹ കൊണ്ടോ ഫത്തഹ തൻവീൻ കൊണ്ടോ. അതുകൊണ്ടാണ് അൻ തുർഫ എന്നെഴുതിയത്. അൻ തുർഫ എന്ന് പറയില്ല, അൻ തുർഫ. ഇനി എന്തുകൊണ്ട് അൻ തുർഫ എന്ന് ഉപയോഗിച്ചു, എന്തുകൊണ്ട് യുർഫ എന്ന് ഉപയോഗിച്ചില്ല? അതിൻ്റെ കാരണം അവ ഉയർത്തപ്പെടാൻ. എന്താണ് ഉയർത്തപ്പെടുന്നത്? ബുയൂത്ത്. ബുയൂത്ത് എന്നുള്ള ബഹുവചന രൂപം അത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് അവിടെ തുർഫ എന്ന് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ യുർഫ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഇനി വ യുദ്ക്കറ, അവിടെ ആ യുദ്ക്കറ എന്നുള്ളതിൻ്റെ മുമ്പിലും അൻ ഉണ്ട് ശരിക്ക്, പക്ഷേ ആവർത്തിച്ച് എഴുതാതെ അവിടെ അതിന് പകരം അത്തിഫിൻ്റെ വാവ് ഇട്ടതാണ്. അപ്പോൾ ആ വാവ് ഇടുമ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ശരിക്ക് വ അൻ എന്നാണ് മനസ്സിലാക്കണം. അപ്പോൾ വ അൻ യുദ്ക്കറ, ആ അന്ന് വന്നതുകൊണ്ട് അവിടെ യുദ്ക്കറു എന്നുള്ളത് യുദ്ക്കറ എന്നായി. അപ്പോൾ ആ തുടക്കത്തിലുള്ള അൻ എന്നുള്ളത് അൻ തുർഫ എന്നുള്ളതിൻ്റെ മുമ്പിലുള്ള അന്ന് ആ തുർഫ എന്നുള്ളതിനും ബാധകമാണ്, യുദ്ക്കറ എന്നുള്ളതിനും ബാധകമാണ്, രണ്ടിനും കൂടുള്ള അന്നാണത്. അൻ തുർഫ വ യുദ്ക്കറ. ഫി ഹസ്മുഹു യുസബ്ബിഹു ലഹു ഫിഹാ ബിൽ ഒദുവി വൽ ആസാൽ. ബി എന്നുള്ളത് ഹർഫ് ജറാണ്, ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, അതുകൊണ്ടാണ് ബിൽ ഒദുവി അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്. ഇനി ആ ബി എന്നുള്ളത് ആ ഒദുവ് എന്നുള്ളതിലേക്കും ആസാൽ എന്നുള്ളതിലേക്കും രണ്ടിലേക്കും കൂടെയുള്ള ബി ആണ്, രണ്ടിനും കൂടെ ബാധകമാണ് ആ ബി. അത് കാണിക്കാനാണ് അതിൻ്റെ ഇടയിലൊരു വാവിട്ടത്, ആത്തിഫിൻ്റെ വാവിട്ടത്. അപ്പോൾ ശരിക്ക് വബിൽ ആസ്വാലി എന്നുള്ള രൂപത്തിലാണ് അവിടെ ആവർത്തിച്ച് എഴുതിയില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ബി എന്നുള്ളത് ബിൽ ഒദുവി വൽ ആസ്വാൽ, രണ്ടിനും കൂടെയുള്ള ബി ആണ്, അതുകൊണ്ട് രണ്ടിനും ജെറ് കിട്ടും. ബിൽ ഒദുവി വൽ ആസ്വാലി, രണ്ടിനും ജെറ് കിട്ടാൻ കാരണം ആ ബി വന്നതുകൊണ്ടാണ്. റിജാലുൻ ലാ തുൽഹീഹിം, അശ്രദ്ധയിലാക്കുന്നില്ല, എന്ത്? തിജാറത്തുൻ വലാ ബയോൻ. അപ്പോൾ അത് രണ്ടും ശരിക്ക്
ഫായിലിൻ്റെ സ്ഥാനത്താണ്. തിജാറത്ത് എന്നുള്ളത് ഫായിൽ എന്ന് പറയും, ബൈ എന്നുള്ളതിനെ അതിലേക്ക് മഅത്തൂഫ് എന്ന് പറയും, ചേർക്കപ്പെട്ടതെന്ന് പറയും. അതുകൊണ്ട് അതിന് രണ്ടിനും റഫ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് ലാ തുൽഹീഹിം എന്നുപയോഗിച്ചു, യുൽഹീഹിം എന്നുപയോഗിച്ചില്ല? അതിൻ്റെ കാരണം എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? തിജാറത്തുൻ വലാ ബൈഉൻ. ഈ തിജാറത്ത് എന്നുള്ള പദം സ്ത്രീലിംഗമായതുകൊണ്ടാണ് തുൽഹീഹിം എന്ന് പറഞ്ഞത്. അൻ ദിക്രില്ല, അൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, അതുകൊണ്ടാണ് ദിക്രി എന്നെഴുതിയത്. ഇനി ദിക്റുള്ള എന്നെടുത്തു കഴിഞ്ഞാൽ ആ ദിക്ർ എന്നുള്ള ഇസ്മിനെ അള്ളാഹു എന്നുള്ളതിലേക്ക് ചേർത്തു. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. അതുകൊണ്ട് ഇവിടെ അള്ളാഹു എന്നുള്ള പദം മുലാഫിൻ ഇലൈഹിയുടെ സ്ഥാനത്താണ്, അതുകൊണ്ട് അതിന് ജറ് കിട്ടണം. അതുകൊണ്ടാണ് അള്ളാഹി അവസാനത്തിൽ കസ്ർ എഴുതിയത്. അപ്പോൾ ദിക്ർ എന്നുള്ള പദം മുലാഫാണ്, അള്ളാഹു എന്നുള്ള പദം അവിടെ മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് ജറ് കൊടുക്കാനാണ് അവസാനത്തിൽ കസ്ർ ഇട്ടത്. ഇനി എന്തുകൊണ്ട് ദിക്രി എന്നെഴുതി? അതിൻ്റെ മുമ്പിൽ അന്ന് വന്നതുകൊണ്ടാണ് ദിക്രി. ആ അന്നില്ലായിരുന്നുവെങ്കിൽ ദിക്റുല്ലാഹി എന്നാണ് പറയാം. ഇനി അൻ ദിക്രില്ലാഹി എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള അന്ന്, അതിന് ശേഷം വരുന്ന വ ഇഖാമി സ്വലാത്തി വ ഇതാ ഇസ്വക്കാത്തി, അവിടെയൊക്കെ ഈ അന്ന് വന്ന പോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ആവർത്തിച്ച് എഴുതാതിരിക്കാൻ വേണ്ടി അവിടെയൊക്കെ അത്തിഫിൻ്റെ വാവ് ഇട്ടു എന്ന് മാത്രം. അപ്പോൾ അൻ ദിക്രില്ലാഹി എന്നുള്ളതിൻ്റെ മുമ്പിലുള്ള അന്ന് വ ഇഖാമി സ്വലാത്തി എന്നുള്ളതിൻ്റെ മുമ്പിലും ഉണ്ടെന്ന് മനസ്സിലാക്കണം. വ അൻ ഇഖാമി സ്വലാത്തി. അതേപോലെ വ ഈതാ ഇസ് സക്കാത്തി, അവിടെയും വ അൻ ഈതാ ഇസ് സക്കാത്തി, അവിടെയും അൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇഖാമി അതേപോലെ ഈതാ ഇ എന്നുള്ള രൂപത്തിൽ വന്നത്. വ ഇഖാമി സ്വലാത്തി, അവിടെയും മുലാഫിൻ ഇലൈഹി പദപ്രയോഗമാണ്. ഇഖാം എന്നുള്ളതിനെ സ്വലാത്ത് എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ സ്വലാത്ത് എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്, അതുകൊണ്ട് ആ സ്വലാത്തി എന്നവിടെ കസ്റിട്ട് എഴുതി. ഇനി ഈതാ ഇസ് സക്കാത്തി എന്നെടുത്തു കഴിഞ്ഞാൽ അവിടെയും മുലാഫിൻ ഇലൈഹിയാണ്. ഈതാ എന്നുള്ളതിനെ സക്കാത്തിലേക്ക് ചേർത്തു, അപ്പോൾ സക്കാത്ത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്, അതുകൊണ്ട് സക്കാത്തി എന്നെഴുതി. യഖാഫൂന യൗമൻ, യഖാഫൂന അവർ ഭയപ്പെടുന്നു. എന്തിന്? യൗമൻ ഒരു ദിവസത്തെ. അപ്പോൾ യൗമൻ എന്നുള്ളത് മഫൂലും ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, കർമ്മമാണ്. മഫൂലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നസ്ബാണ്, അതുകൊണ്ടാണ് യൗമൻ എന്ന് എഴുതിയത്. തതഖല്ലബു ഫീഹിൽ ഖുലൂബ്, തതഖല്ലബു ഇളകി മറിയുന്നു. എന്ത്? അൽ ഖുലൂബ് ഹൃദയങ്ങൾ. അപ്പോൾ ഖുലൂബ് എന്നുള്ള ആ ബഹുവചന രൂപം അത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് തതഖല്ലബു എന്ന് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ യതഖല്ലബു എന്ന് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഇനി ആ ഖുലൂബ് എന്നുള്ളതിലേക്ക് ചേർത്തുകൊണ്ട് അബ്സ്വാർ എന്നുള്ളതിനെയും കൂടെ പറഞ്ഞു. അപ്പോൾ അബ്സ്വാർ എന്നുള്ളത് മഅത്തൂഫാണ്. ഈ ഖുലൂബ് എന്നുള്ളതും അബ്സ്വാർ എന്നുള്ളതും രണ്ടും ഫായിലിൻ്റെ സ്ഥാനത്താണ്. അടുത്ത ആയത്തിൽ ലി യജ്സിയഹും, അവിടെ ലി കഴിഞ്ഞിട്ട് ഒരു അൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് പറയുക. ലി അൻ എന്നാണ് ശരിക്കും പദപ്രയോഗം എന്നാണ് പറയുക. ആ അൻ അവിടെ ഒളിഞ്ഞിരിക്കുന്നു. അപ്പോൾ അന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന മുദാരിയായിട്ടുള്ള ക്രിയക്ക് നസ്ബ് കിട്ടണം. അതുകൊണ്ട് യജ്സിയ എന്നുപയോഗിച്ചു. ലി അൻ യജ്സിയ എന്നാണ് ശരിക്കും അവിടെ. അപ്പോൾ അന്നവിടെ ഒളിഞ്ഞിരിക്കുന്നു മനസ്സിലാക്കുക. ലി അൻ യജ്സിയ അർത്ഥം പറയുമ്പോൾ ആ അന്നിൻ്റെ അർത്ഥം അവിടെ വരും. കാരണം അങ്ങനെ ആവാൻ എന്നാണല്ലോ അന്നിൻ്റെ അർത്ഥം. ലി എന്ന് പറഞ്ഞാൽ വേണ്ടി. ലി അൻ യജ്സിയ പ്രതിഫലം നൽകാൻ വേണ്ടി. അപ്പോൾ ആൻ വേണ്ടി എന്നുള്ള രൂപത്തിൽ ലി അൻ എന്നുള്ളതിൻ്റെ അർത്ഥം അവിടെ വരും. ആര് പ്രതിഫലം നൽകാൻ? അള്ളാഹു. അപ്പോൾ അള്ളാഹു എന്നുള്ളത് അവിടെ ഫായിലിൻ്റെ സ്ഥാനത്താണ്, അതുകൊണ്ട് അതിന് റഫ് കിട്ടിയിട്ടുണ്ട്. ഇനി വ യസീദഹും എന്നെടുത്തു കഴിഞ്ഞാൽ ആ വാവ് അവിടെ എന്തിനെ സൂചിപ്പിക്കുന്നു? അവിടെ ആ തുടക്കത്തിലുള്ള ലി യജ്സിയഹും എന്നുള്ളതിലേക്ക് ഇതിനെയും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ അവിടെ തുടക്കത്തിലുള്ള ലി യജ്സിയഹും എന്നുള്ളതിൻ്റെ തുടക്കത്തിലെ ലി എന്നുള്ളത് ഇവിടെയും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അത് ആവർത്തിച്ച് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വലി യസീദഹും എന്ന രൂപത്തിലാണ്. അതുകൊണ്ടാണ് യസീദ എന്ന് നസ്ബിട്ട് എഴുതിയത്. അവിടെ ആ ലി ഉണ്ട്, അതവിടെ ഒളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് യസീദു എന്നെഴുതാതെ യസീദ എന്നെഴുതിയത്. മിൻ ഫദ്ലിഹി, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, അതുകൊണ്ടാണ് ഫദ്ലി എന്നെഴുതിയത്. ഫദ്ലി എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നീട് ഹു എന്ന് ചേരൂല, ഹി എന്നേ ചേരുള്ളൂ. അതുകൊണ്ടാണ് ഫദ്ലി ഹി എന്നെഴുതിയത്. മിന്നില്ലായിരുന്നുവെങ്കിൽ ഫദ്ലുഹു എന്ന് പറയാമായിരുന്നു. വല്ലാഹു യർസുഖു മൈ യശാഉ ബി ഗൈരി ഹിസാബ്. ബി എന്നുള്ളത് ഹർഫ് ജറാണ്. ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, അതുകൊണ്ടാണ് ബി ഗൈരി അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.